കുറച്ച് നാളുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മീനച്ചാർ വേണം എന്നുള്ളത്. അപ്പം ഏട്ടൻ ഇപ്പോഴാട്ടോ ടൈം കിട്ടിയത്. നേരെ ഞങ്ങൾ വാടിക്ക് പിടിച്ചു. അവിടെ പോയി നല്ലൊരു മീൻ നോക്കി, ചൂരമീൻ നോക്കി തന്നെ തൂക്കിയെടുത്തു കേട്ടോ. അപ്പോൾ അവർ തന്നെ കട്ട് ചെയ്ത് തരുന്നത് കൊണ്ട് നമുക്ക് ആ ജോലിപ്പാട് കുറച്ച് കുറഞ്ഞു കിട്ടി. അപ്പം അച്ചാറിനെന്ന് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ചെറിയ ക്യൂബാക്കി തന്നെ അവർ കട്ട് ചെയ്ത് തന്നു കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നത് കഴുകി എടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തലഭാഗം സെപ്പറേറ്റ് കട്ട് ചെയ്ത് തന്നു. അത് ചെറിയൊരു തലക്കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കണം. ആദ്യം അവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതൊന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലയായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി ഒരു 1.5-2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് പൊരിച്ചെടുക്കണം. ആകെ ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ നല്ല ഇരുമ്പ് ചട്ടിയിലാട്ടോ വയ്ക്കുന്നത്. എന്നിട്ട് നല്ല വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ കൂടെ നിന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. കാരണം നന്നായിട്ട് മൊരിഞ്ഞു പോകാനും പാടില്ല, എങ്കിൽ വെന്തും കിട്ടണം. അതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം നമുക്ക് കഴിക്കാൻ നേരത്ത്. ആ ഒരു പരുവത്തിനാട്ടോ അച്ചാറിന് മീൻ നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പം ആകെയുള്ളൊരു കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് തന്നെ ഇത് പൊരിച്ചെടുക്കണം എന്നുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാം കുറേശ്ശെ ഇട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ ആദ്യം ഞാൻ കുറച്ച് ഉലുവ ഇടാൻ വിട്ടുപോയി. ആദ്യം കുറച്ച് കുഞ്ഞുള്ളി ആട്ടോ ഇട്ടത്. എന്നിട്ട് ഉലുവ ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് അധികം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു 4-5 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് മൂത്ത് ഒന്നൊരു ബ്രൗൺ കളറാവണം, എന്ന് വെച്ചാൽ മൊരിഞ്ഞ് വരണം, ഒരു ചുമന്ന കളറിൽ വരണം കേട്ടോ. കരിഞ്ഞു പോകാനും പാടില്ല, എങ്കിൽ നല്ല മൂത്തും വരണം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് നല്ല ഈ ഒരു പരുവായി വരണേ. ഒരുപാട് മൂത്ത് പോകാനും പാടില്ല, എങ്കിൽ നല്ലതായിട്ട് മൊരിഞ്ഞും കിട്ടണം. ആ ഒരു പരുവത്തിനാക്കി എടുക്കണേ. കിലുകില സൗണ്ട് കേൾക്കുന്ന ആ ഒരു പരുവത്തിനാക്കി എടുക്കണം. എന്നിട്ട് തീ നല്ല സിമ്മിലിട്ടതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കായ്പ്പൊടി ഉലുവപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് കരിഞ്ഞു പോകാതെ സിമ്മിലിട്ടുകൊണ്ട് തന്നെ നമുക്ക് പൊരിച്ച മീൻ വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അതെല്ലാം ഒന്ന് മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി തത്തിപ്പൊത്തി അടച്ച് വെച്ച് 1 മണിക്കൂറിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് പുളി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആറിയതിന് ശേഷം എന്തെങ്കിലും ഉണങ്ങിയ കണ്ടെയ്നറിലിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.